നമസ്കാരം. ഇന്ന് നമുക്ക് കേക്കൊക്കെ ഐസിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടേൺ ടേബിൾ അഥവാ ഐസിങ് സ്റ്റാൻഡ് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന 2 രീതിയാണ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്, വീട്ടിൽ ഉള്ളത്, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. 2 രീതിയിലാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ടേൺ ടേബിളിൻ്റെ അതേ എഫക്റ്റിൽ തന്നെ നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ടേൺ ടേബിൾ നല്ല എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാർഡ്ബോർഡാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്, ഇപ്പോൾ കാസ്ട്രോളൊക്കെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് നല്ല കട്ടിയുള്ള കനം കൂടുതലുള്ള കാർഡ്ബോർഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഏകദേശം നമ്മുടെ കേക്ക് സ്റ്റാൻഡിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക. പാത്രം എന്തെങ്കിലും വെച്ചിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെയുള്ള 4 പീസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ പാത്രമൊക്കെ വാങ്ങിച്ചിട്ടുള്ള അതിൻ്റെ കാർഡ്ബോർഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ 4 എണ്ണം റൗണ്ട് അത്യാവശ്യം വലിയ സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ സ്ക്വയർ ഷേപ്പിലൊക്കെയുള്ള കേക്കൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും അത്യാവശ്യം വലിയ സൈസിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് ഐസിങ് ചെയ്തെടുക്കാനും ആകും. അപ്പോൾ ഒരു 4 പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഏകദേശം കണ്ടില്ലേ, ഈ ഒരു റൗണ്ടിന് ഏകദേശം ഇത്ര വരുന്ന രീതിയിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു പീസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഈ കാർഡ്ബോർഡ് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പിറകു വശത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്നുകിൽ നിങ്ങൾക്ക് ഫെവിക്കോളോ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഗം വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തും അതുപോലെ തന്നെ സെൻറ്ററിലും ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പരസ്പരം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അടുത്ത പീസ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ഏകദേശം എല്ലാം ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ശരിക്കും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസും ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മുഴുവൻ ഒന്ന് ഒട്ടിച്ചതിന് ശേഷമുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ 4 പീസും ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കവർ ചെയ്തെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് പേപ്പറോ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും വൈറ്റ് പേപ്പർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പീസ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും ഗം വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് ശരിക്കും ഐസിങ് ചെയ്യുന്ന സമയത്ത് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്താൽ മതി ആ ഒരു ടൈമിൽ. കാരണം നമ്മൾ ഈ പേപ്പറിനകത്തോട്ട് നമുക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കാൻ കഴിയില്ല. ഞാനിപ്പം ചെറിയൊരു പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ക്ലിങ് ഫിലിം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ക്ലിങ് ഫിലിം ഉപയോഗിക്കുന്നതായിരിക്കും. ഇനി അതില്ലാന്നാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ സാധാരണ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ സാധാരണ ചുരിദാർ മെറ്റീരിയലൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടാറില്ലേ ഒരു കവർ, നമ്മൾ സാധാരണ ഇങ്ങനെ കണ്ടില്ലേ, ഇതുപോലെയുള്ളൊരു കവറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമുക്ക് സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലിങ് ഫിലിമ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റാപ്പ് ചെയ്തിട്ട് ശരിക്കും നല്ല അത് ഫിക്സ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്ലിങ് ഫിലിം ഒന്നും ഇല്ലാന്നാണെങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഷീറ്റല്ലേ ഉപയോഗിക്കാം. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പിറകു വശത്ത് നല്ല ഫിക്സ് ആയിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് കട്ടിയുള്ള സെല്ലോ ടാപ്പ് തന്നെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതല്ല, ഇതുപോലെ കുറച്ച് കട്ടിയുള്ള സെല്ലോ ടാപ്പ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ ഒട്ടിച്ചത് കാണുന്നത് കുറച്ച് ഭംഗിക്കുറവ് കണക്കെ തോന്നുവാണെങ്കിൽ ഇതിൻ്റെ പിറകു വശത്ത് ഒരു കാർഡ്ബോർഡ് കൂടി കട്ട് ചെയ്തിട്ട് ഇതിനൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും, കാരണം നമ്മൾ ഇതിങ്ങനെയല്ലേ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊരിക്കലും കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബേസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബൗളൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ഐസ്ക്രീമിൻ്റെയൊക്കെ ബോട്ടിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും. അപ്പോൾ അതാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഒരു അത്യാവശ്യം ഈ ഒരു സൈസിലുള്ളത് എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിനെ കുറച്ചൊരു നല്ല ഭംഗിക്കുണ്ട്, കാരണം ഇതിനകത്ത് മേരി ബോയ് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള റൈറ്റിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് തന്നെ ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കറക്റ്റ് എത്ര സൈസിൽ വേണ്ടതെന്ന് നോക്കാം. എന്നിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഗിഫ്റ്റ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഗമ്മ് നമുക്കിതുപോലെ ഈ പാത്രത്തിൻ്റെയൊക്കെ സൈഡിലായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ ഗം ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് നല്ല ഭംഗിയിലൊന്ന് ഒട്ടിച്ചെടുക്കാം. സൈഡ് ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു ഏരിയ നിങ്ങൾ വിടണം കേട്ടോ, കാരണം നമ്മൾ ഇവിടെ ഒന്ന് ഹോൾ റെഡിയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ശരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ട സാധനമാണ് നമുക്കിതിന് അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ പൈപ്പിൻ്റെയൊക്കെ താഴ്ഭാഗത്ത് നമ്മൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പൈപ്പ് ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലെയുള്ള പൈപ്പിൻ്റെ താഴെ കണ്ടില്ലേ, നമ്മൾ ചെടിക്കൊക്കെ വെള്ളം നനക്കാനൊക്കെ പൈപ്പ് ഇട്ട് കൊടുക്കുമ്പം ഇതുപോലെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു, ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന സാധനമാണ്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ചെടി നനക്കാനൊക്കെ പൈപ്പ് ഇടുമ്പോൾ ഇതുപോലൊന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ വളരെ ചെറിയ കുറഞ്ഞ പൈസയിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് കയ്യിലില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം PVC പൈപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള പൈപ്പ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള പൈപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ശരിക്കും ഇതിന് ഇങ്ങനെയുള്ള താഴെ ഒരു ഭാഗം ഉള്ളതുകൊണ്ട് നല്ല ഫിക്സ് ആയിട്ട് നിൽക്കും. അപ്പോൾ PVC പൈപ്പ് എടുക്കുമ്പം നമുക്ക് അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലുള്ള PVC പൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഹോൾ ഇട്ടതിന് ശേഷം ഇത് പെട്ടെന്ന് താഴ്ഭാഗത്തോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ക്യാപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ക്യാപ്പിനകത്ത് ഇതുപോലെ ഇതിൻ്റെ അതേ സൈസിന് നിങ്ങളൊന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തോട്ടേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ പൈപ്പ് മൂവ് ചെയ്യാതെ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേസിൽ നമ്മളൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ പൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും PVC ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈസിൽ നിങ്ങൾക്ക് കമ്പി ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് ഈ ഒരു ഭാഗം ഒന്ന് ഹോൾ ഉണ്ടാക്കി എടുത്താൽ മതി. ഒന്ന് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് ഞാൻ കമ്പി വെച്ച് നല്ല ചൂടാക്കിയതിന് ശേഷം ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ പൈപ്പ് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഫിക്സ് ആവുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു പോർഷൻ ഉള്ളത് കൊണ്ട് ഇതങ്ങ് മൂവ് ചെയ്ത് പോകില്ല, ഇവിടെ നല്ല ഫിക്സ് ആയിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ PVC പൈപ്പാണ് ഉപയോഗിക്കുന്നത്, ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അത് മൂവ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ചെറിയ അടപ്പുണ്ടല്ലോ, ആ അടപ്പ് ഒന്ന് ഇതുപോലെ ഈ ഒരു റൗണ്ടിൽ തന്നെ ഒന്ന് നിങ്ങൾ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ആ അടപ്പ് ഇവിടത്തോട്ടേക്ക് അങ്ങ് കയറ്റി കൊടുക്കുകയാണെങ്കിൽ ഇതിവിടെ ഫിറ്റായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു പൈപ്പ് കയ്യിലില്ല എന്നാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് സൈഡ് ഭാഗത്തുനിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പൈപ്പൊക്കെ വെച്ചൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിന് നമ്മുടെ ബേസിന് നല്ലൊരു വെയിറ്റ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിനകത്ത് കല്ലിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ മണലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ഈ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സെൻറ്ററിൽ ഇതിൻ്റെ ആ ഒരു സൈസിൽ നിങ്ങൾ ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഈ ഹോളിൻ്റെ സൈഡിൽ കുറച്ച് ഗം ഒന്ന് നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതിനകത്തോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ഗം നമ്മൾ തേച്ച് കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് അങ്ങ് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഗം വെച്ചതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നല്ല ഫിക്സ് ആയിട്ടുണ്ടാകും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേസ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബേസ് ബോർഡ് ഇവിടെ താഴെയായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ കാർഡ്ബോർഡൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ഇതുപോലെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ 4 സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ കണ്ടില്ലേ, ഇതിൻ്റെ 4 ഭാഗത്തും നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേൺ ടേബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ പൈപ്പ് ഇല്ല എന്നാണെങ്കിൽ PVC പൈപ്പ് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് റെഡിയാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് PVC പൈപ്പ് ചെറിയൊരു പോർഷനിൽ കട്ട് ചെയ്തിട്ട് താഴെ ഭാഗത്തൊന്ന് ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോട്ടിലിൻ്റെയൊക്കെ അടപ്പ് ഒന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സെയിം ഇതേ രീതിയിൽ തന്നെ കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ബേസ് ബോർഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ല വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.